കടുത്ത തലവേദനയുടെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. സൈനസ് അണുബാധയെ നിസ്സാരമായി കാണുന്നവരാണ് നമ്മൾ. എന്നാൽ സൈനസും അത്ര നിസ്സാരമല്ല, ജീവനെടുക്കുന്ന വ്യാധി തന്നെയാണെന്ന് മിഷിഗൺ സ്വദേശിയായ മാർക്കസ് ബ്രൂംലി എന്ന 13-കാരന്റെ അനുഭവം പറയുന്നത്. സൈനസ് അണുബാധ ചികിത്സിക്കാൻ വൈകിയതുമൂലം മാർക്കസ് ബ്രൂംലിക്ക് തന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുകയായിരുന്നു. ഫെബ്രുവരി ആദ്യമാണ് മാർക്കസിന് ജലദോഷം ആരംഭിച്ചത്. ദിവസങ്ങളോളം അസുഖം മാറാതിരുന്നതോടെ ഡോക്ടറെ സമീപിച്ചു. വൈറൽ പനി കാരണമുള്ള അസുഖമാണെന്ന് പറഞ്ഞ് ഡോക്ടർ മരുന്ന് നൽകിവിട്ടു. എന്നാൽ തുടർന്ന് മാർക്കസിന് കടുത്ത മൈഗ്രെയിനും ആരംഭിച്ചു. വേദന കൂടി പലവട്ടം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ അപ്പോഴും തലവേദനയുടെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ഡോക്ടർമാർക്ക് സാധിച്ചില്ല. തലവേദനയ്ക്കൊപ്പം മാർക്കസിന്റെ മുഖത്തിന്റെ ഇടതുഭാഗം തടിച്ചു വീങ്ങിയതോടെ ഡോക്ടർമാർ MRI സ്കാനിങ്ങിന് വിധേയനാക്കി. അപ്പോഴേക്കും സൈനസ് ബാധ മാർക്കസിന്റെ തലച്ചോറിൽ വരെ എത്തിയിരുന്നു. തലച്ചോറിൽ രക്തം കട്ടപിടിച്ചിരുന്നു. വൈകാതെ കുട്ടി മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ഗുരുതരാവസ്ഥയിലായ മാർക്കസിനെ ഉടനടി മറ്റൊരാശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. തലച്ചോറിലെ രക്തക്കട്ടകൾ നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ജീവൻ നഷ്ടമായി. മാർക്കസിനെ കൂടാതെ 15 വയസ്സുള്ള ഒരു മകൾ കൂടി ഇവർക്കുണ്ട്. മകന്റെ ജീവൻ നഷ്ടപ്പെട്ടെങ്കിലും അവന്റെ അവയവങ്ങൾ മറ്റ് 7 പേർക്ക് ഈ അമ്മ ദാനം ചെയ്തിരുന്നു. ഡോക്ടർമാർ യഥാസമയം രോഗം കണ്ടെത്തിയിരുന്നെങ്കിൽ മകനെ നഷ്ടമാകില്ലായിരുന്നുവെന്ന് മാർക്കസിന്റെ അമ്മ കാമില്ല കെന്നഡി പറയുന്നു. തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മൈഗ്രെയിൻ കൗമാരപ്രായത്തിന്റെയാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്.